അങ്ങനെ ഒരു നാടിനെ ആകെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 5 മരണങ്ങളുടെയും കാരണം തലക്കേറ്റ ക്ഷതം. അതേസമയം പ്രതി അഫാനെ 72 മണിക്കൂർ നിരീക്ഷണത്തിൽ ആവശ്യപ്പെട്ട് മെഡിക്കൽ സംഘം പ്രതിയുടെ ചോദ്യം ചെയ്യലിൽ അതിനുശേഷം മാത്രമെന്ന് പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ട അഫ്സാൻ മന്തി വാങ്ങിക്കാൻ എത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനു ഉണ്ട്. അനു, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്തൊക്കെയാണ്? നാട് നടുക്കിയ വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട 5 പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 5 പേരുടെയും മരണകാരണം തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ്. ഇതാണ് 5 പേരുടെയും മരണകാരണമായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ്, അങ്ങനെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുകൂടാതെ തന്നെ ഈ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും പോലീസിന് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ സംഘം നൽകിയ വിവരം ഇത് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം, 5 പേരുടെയും മരണകാരണം എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിക്രൂരമായ കൊലപാതകം, അതായത് പ്രതിയായിട്ടുള്ള അഫാൻ ചുറ്റിക കൊണ്ട് 5 പേരെയും തലക്കടിച്ച് കൊലപ്പെടുത്തി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയിരുന്ന പ്രതി മൊഴി തന്നെ നൽകിയിരുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ. പ്രതി 5 പേരെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു ഒരേ ആയുധം ഉപയോഗിച്ചാണ് കൊലപാതകമെന്ന്. ഏറെക്കുറെ അതുമായി സ്ഥിരീകരിക്കുന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനു, ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ പ്രതിയുടെ മോട്ടീവ് എന്താണ് എന്ന കാര്യത്തിലാണ് ഇനിയും ഒരു വ്യക്തത ഇല്ലാത്തത്. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഈ അമ്മ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഒരു പക്ഷേ ചെറിയ രീതിയിലെങ്കിലും ഒരു വ്യക്തത വരുമായിരിക്കും, അല്ലെ? ഈ അമ്മയുടെ ആരോഗ്യനില എങ്ങനെയാണ്? പോലീസിന്റെ നിലവിൽ ഈ അന്വേഷണത്തെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനം? ഇനി 2 പേരുടെ മൊഴിയാണ് ഈ കേസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന പ്രതിയുടെ മൊഴിയെടുക്കൽ, അതുകൂടാതെ പ്രതിയുടെ മാതാവായിട്ടുള്ള ഷെമിയുടെ മൊഴിയെടുക്കൽ. ഇതിൽ പ്രതിയെ 72 മണിക്കൂർ നിരീക്ഷണത്തിൽ വേണമെന്നാണ് മെഡിക്കൽ സംഘം പോലീസിനോട് ആവശ്യപ്പെടുന്നത്. കാരണം ഈ എലിവിഷം കഴിച്ചു കഴിഞ്ഞാൽ 3 ദിവസം വരെ ഈ മറ്റ് അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ ഈ കഴിച്ചയാൾ നിൽക്കും. പക്ഷെ 3ാമത്തെ ദിവസം ആന്തരിക അവയവങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ ഉണ്ടാവുകയും അത് മരണത്തിലേക്ക് വരെ എത്തിക്കും എന്നുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 3 ദിവസം ഈ പ്രതിയെ ഈ പറയുന്ന നിരീക്ഷണത്തിൽ വേണമെന്ന് മെഡിക്കൽ സംഘം പറയുന്നു. അതുകൊണ്ട് ഏതായിരുന്നാലും ഈ പ്രതിയുടെ മൊഴിയെടുക്കൽ 72 മണിക്കൂറിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മറ്റൊന്ന്, ഈ പ്രതിയുടെ മാതാവായിട്ടുള്ള ഷെമിയുടെ മൊഴിയെടുക്കലാണ്. അതിന് ഷെമി ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. അല്പസമയം മുമ്പ് വെഞ്ഞാറമൂട് CI ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർമാരോട് കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവർ ഈ അപകടത്തിന് തരണം ചെയ്തു, കാരണം മറ്റ് ഗുരുതരമായ ഒരു അവസ്ഥയിൽ നിന്ന് അവർ തരണം ചെയ്തു. പക്ഷെ അതേസമയം അവർ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്, അവർക്ക് സംസാരിക്കാനായിട്ടില്ല. മാത്രമല്ല ഈ മരുന്നുകളുടെ സെഡേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവരുടെ മൊഴിയെടുക്കലും ഒരുപക്ഷെ നാളെയോ അതിനുശേഷമോ മാത്രമേ ഉണ്ടാകും. പോലീസിന്റെ ഇപ്പോഴുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ കേസാണ്, 5 പേരുടെ മരണത്തിനിടയാക്കിയ കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേപ്പർ വർക്കുകൾ, ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ടതുണ്ട്. അത്തരം നടപടികളാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഇതിനിടയിൽ ഈ 2 പേരെയും, അതായത് പ്രതിയായിട്ടുള്ള അഫാനെയും അതുകൂടാതെ പ്രതിയുടെ അമ്മ ഷെമിയെയും മൊഴിയെടുക്കേണ്ടതുണ്ട്. പക്ഷേ 72 മണിക്കൂറിന് ശേഷം മാത്രമേ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഈ ഒരു അബോധാവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പ്രതിയുടെ മാതാവിന്റെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. സേതു, ഈ മറ്റൊരു കാര്യം അനു, ഇപ്പോൾ നമ്മൾ ഈ ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളാണ്. കൊല്ലപ്പെട്ട അഫ്സാൻ കുട്ടി മന്തി വാങ്ങാൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. മുതൽ വൈകിട്ട് ഒരു 6 മണി വരെ ഒരു പ്രതി ഏകദേശം ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കറങ്ങി നടന്ന് 3 5 കൊലപാതകങ്ങൾ നടത്തുന്നു. ഒരാളെ കൂടെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ആ ഒരു പ്രതിയുടെ സഞ്ചാര പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഈ സഹോദരനായി കുഴിമന്തി വാങ്ങാൻ വേണ്ടി പ്രതി എത്തുന്ന ദൃശ്യങ്ങളാണ്. ഓട്ടോയിലാണ് ഇവിടെ എത്തുന്നത്, ഒറ്റയ്ക്കാണ് എത്തുന്നത്. ഇതിനുശേഷമാണ് ഈ സഹോദരനെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം
അതിനുശേഷം ആണ് ഈ ഓട്ടോയിൽ തന്നെയാണ് വൈകിട്ട് ഓട്ടോ വിളിച്ച് പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വളരെ കൂളായി ഈ ഹോട്ടലിലെത്തുകയും മന്തിക്ക് ഓർഡർ ചെയ്ത് അതിനുശേഷം മൊബൈലിൽ പല വീഡിയോകൾ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രോൾ ചെയ്ത് കാണുന്ന പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ കൃത്യം നടത്തിയ ഈ മണിക്കൂറുകളിലൊന്നും ഒരു അസ്വാഭാവികത ഈ പ്രതി ഒരു ഘട്ടത്തിലും പുലർത്തിയിട്ടില്ല. അത് ഈ ഹോട്ടലിലെത്തിയപ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോഴായിക്കോട്ടെ അപ്പോഴൊന്നും യാതൊരുവിധ അസ്വാഭാവികതയും ഈ പ്രതി കാണിച്ചില്ല എന്നുള്ളതാണ് ഈ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ എത്രമേൽ ക്രൂരമായിരുന്നു, എത്രമേൽ കഠിനമേറിയതായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. സേതു. ശരി അനു, ഇപ്പോൾ നമ്മളീ കാണുന്ന ദൃശ്യങ്ങൾ ഈ പ്രതി സഹോദരന് കൊടുക്കാൻ മന്തി വാങ്ങാൻ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങളാണ്. യാതൊരു വിധത്തിലുള്ളൊരു കുറ്റബോധവും ഒരു കൂസലുമില്ലാതെ അവിടെ എത്തുന്നു, മന്തി ഓർഡർ ചെയ്യുന്നു, അത് വാങ്ങുന്നു. അതിനുശേഷം അനുജൻ അത് കൊടുത്തതിന് ശേഷമാണ് അതിക്രൂരമായി ആ കുഞ്ഞിനെ ഈ പ്രതി കൊന്നു കളഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ, ഈ കൊലപാതകത്തിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതാണ്. മരണങ്ങളുടെ കാരണം തലക്കേറ്റ ക്ഷതം എന്നുറപ്പിച്ചിരിക്കുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു VS അനു, തിരുവനന്തപുരത്ത്.